ഓണത്തിനെ കുറിച്ചാണ്. ഓണത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് നമ്മളെ മാവേലിയായിരുന്നു രാജാവ്, നമ്മുടെ കേരളത്തിന്റെ രാജാവ്. അപ്പം മാവേലി നല്ലൊരു രാജാവായിരുന്നു. മാവേലിനെ എല്ലാവരും ബഹുമാനിക്കും. അന്നാണെങ്കിൽ എല്ലാവരും നല്ല ആൾക്കാരാണ്, കള്ളൊന്നും പറയത്തില്ലായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അത് നമ്മുടെ ദേവന്മാർക്ക് ഭയങ്കര ഇങ്ങനെ ദേഷ്യമൊക്കെ ഇങ്ങനെ തോന്നിയേ, ഇങ്ങനെ ഭയങ്കര ബാഡായിരുന്നു. അപ്പം ദേവന്മാരാണെങ്കിൽ വിഷ്ണുദേവനോട് പറഞ്ഞു നമുക്ക് മാവേലിനെ ആണെങ്കിൽ ഒരു ബാണം പഠിപ്പിക്കുന്നു. അപ്പൊ വിഷ്ണുദേവൻ പറഞ്ഞ് നമുക്ക് അതിനൊരു മാർഗം ഉണ്ടാക്കുന്നുണ്ട്. അന്നത്തെ വിഷ്ണുദേവനാണെങ്കിൽ കേരളത്തിലോട്ട് വന്നത് ആണെങ്കിൽ ഒരു മനുഷ്യനെ പോലെ കേരളത്തിലോട്ട് വന്നപ്പോൾ വാമനൻ പേരാക്കി. അന്നത്തെ വാമനനാണെങ്കിൽ മാവേലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്കൊരു 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് മാവേലി ആണെങ്കിൽ പറഞ്ഞ എന്ത് ഇങ്ങനെ തരാന്ന് പറയാം. അപ്പൊ മാവേലിയുടെ അടുത്തൊരു നാള് പറഞ്ഞു ഇയാളൊരു കള്ളനാണ്, ഇയാൾ ദില്ലി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മാവേലി അതൊന്നും കേൾക്കാൻ പോയില്ല. മാവേലി ആണെങ്കിൽ ആ 3 അടി മണ്ണ് കൊടുത്തു. പക്ഷെ വിഷ്ണുദേവൻ വലുതായി. എന്നിട്ടാണെങ്കിൽ നമ്മളെ വിഷ്ണുദേവനാണെങ്കിൽ 1ാമത്തെ അടി സ്കൈ ആയിരുന്നു, 2ാമത്തെ അടി നമ്മളെ എർത്തായിരുന്നു, 3ാമത്തെ അടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മാവേലിയുടെ തല ചവിട്ടി. അപ്പം പാതാളത്തിൽ ഇടാൻ നോക്കുമായിരുന്നു. അതിനു മുമ്പാണെങ്കിൽ നമ്മളെ മാവേലി പറഞ്ഞു എനിക്ക് എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ എൻ്റെ ആൾക്കാരെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അത് നമ്മുടെ വിഷ്ണുദേവൻ സമ്മതിച്ചു. എന്നിട്ട് നമ്മളെ മാവേലി സംബന്ധിച്ച് പാതാളത്തിലോട്ട് പോകണേ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.